2026 US ഇസ്രായേൽ ഇറാൻ യുദ്ധം മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ആഗോള ശ്രദ്ധാ കേന്ദ്രമാക്കിയിരിക്കുകയാണ്. മിസൈൽ ആക്രമണങ്ങളും സൈനിക സഖ്യങ്ങളും ശക്തമാകുമ്പോൾ പലരും വരുത്തുന്ന ഒരു പ്രധാന തെറ്റാണ് മിഡിൽ ഈസ്റ്റും ഗൾഫ് രാജ്യങ്ങളും ഒന്നാണ് എന്നുള്ളത്. എന്നാൽ ഇവ രണ്ടും വ്യത്യസ്തമാണ് എന്നത് പലർക്കും അറിയില്ല. എന്താണ് മിഡിൽ ഈസ്റ്റ്? ഏതൊക്കെയാണ് ഗൾഫ് രാജ്യങ്ങൾ? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ഈജിപ്റ്റ് മുതൽ ഇറാൻ വരെയും തുർക്കി മുതൽ യമൻ വരെയും വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. എന്നാൽ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് നിൽക്കുന്ന 6 രാജഭരണകൂടങ്ങളുടെ കൂട്ടായ്മയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇന്നത്തെ പ്രതിസന്ധിയിൽ ആരാണ് യുദ്ധം ചെയ്യുന്നതെന്നും ആരാണ് മധ്യസ്ഥത വഹിക്കുന്നത് എന്നും ഈ വ്യത്യാസം വ്യക്തമാക്കുന്നു. 18-ൽ അധികം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. പടിഞ്ഞാറ് ഈജിപ്റ്റ് മുതൽ കിഴക്ക് ഇറാൻ വരെയും വടക്ക് തുർക്കി മുതൽ തെക്ക് യമൻ വരെയും ഇത് വ്യാപിച്ചു കിടക്കുന്നു. അറബ് രാഷ്ട്രങ്ങൾക്ക് പുറമെ ഇസ്രായേൽ, ഇറാൻ, തുർക്കി തുടങ്ങിയ അറബ് ഇതര ശക്തികളും ഇതിൽ ഉൾപ്പെടുന്നു. സൈപ്രസിനെയും പലപ്പോഴും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ സുഡാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെയും മിഡിൽ ഈസ്റ്റിന്റെ ഭാഗമായി കണക്കാക്കാറുണ്ട്. ഓട്ടോമൻ സാമ്രാജ്യം മുതൽ അറബ് ദേശീയത വരെയുള്ള ചരിത്രപരമായ ഒട്ടേറെ അടരുകൾ ഈ മേഖല പങ്കിടുന്നു. ഇസ്ലാം മതമാണ് ഇവിടത്തെ പ്രധാന വിശ്വാസം. സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ ഇവിടത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു. 40 കോടിയിലധികം ആളുകൾ താമസിക്കുന്ന ഈ മേഖലയിലെ സാമ്പത്തികാവസ്ഥയും വ്യത്യസ്തമാണ്. ഇസ്രായേൽ സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ യമൻ ഇപ്പോഴും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നായി തുടരുന്നു. സാധാരണയായി ഗൾഫ് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഗൾഫ് സഹകരണ കൗൺസിലിലെ 6 അംഗങ്ങളെയാണ്. 1981-ൽ സുരക്ഷാ സാമ്പത്തിക സഹകരണത്തിനായി രൂപീകരിച്ച ഈ കൂട്ടായ്മയിൽ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ എന്നീ രാജ്യങ്ങളാണുള്ളത്. ഈ 6 രാജ്യങ്ങളും പേർഷ്യൻ ഗൾഫിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും രാജഭരണകൂടങ്ങളാണ്. ലോകത്തെ ആകെ എണ്ണ ശേഖരണത്തിന്റെ 40% ഇവരുടെ നിയന്ത്രണത്തിലാണ്. ലോകത്തിലെ എണ്ണ ഉൽപാദനത്തിന്റെ 30% ഈ രാജ്യങ്ങളാണ് നിർവഹിക്കുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള പ്രമുഖ US സൈനിക താവളങ്ങളും ഈ രാജ്യങ്ങളിലാണുള്ളത്. അതിനാൽ തന്നെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ ഇവർ നേരിട്ടുള്ള ഭീഷണി നേരിടുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുണ്ടായ മിസൈൽ ആക്രമണങ്ങൾ സംഘർഷം എത്രത്തോളം അടുത്താണ് എന്ന് കാണിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസമാണ് ഒന്നാമത്തേത്. മിഡിൽ ഈസ്റ്റ് മെഡിറ്ററേനിയൻ മുതൽ അറബിക്കടൽ വരെ വ്യാപിച്ചു കിടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് തീരത്ത് ഒരു കൂട്ടമായി നിലകൊള്ളുന്നു. രാഷ്ട്രീയമായും വ്യത്യാസങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ റിപ്പബ്ലിക്കുകളും തിയോക്രസികളും ജനാധിപത്യ രാജ്യങ്ങളും ഉൾപ്പെടുന്നു. എന്നാൽ GCC രാജ്യങ്ങൾ പൂർണ്ണമായ രാജഭരണകൂടങ്ങളാണ്. നിലവിലെ യുദ്ധത്തിൽ ഓരോരുത്തരുടെയും പങ്കും വ്യത്യസ്തമാണ്. ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു, ജോർദാൻ മിസൈലുകളെ പ്രതിരോധിക്കുന്നു. എന്നാൽ GCC രാജ്യങ്ങൾ ഏകോപിതമായി പ്രവർത്തിക്കുകയും തന്ത്രങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കുകയും ചെയ്യുന്നു. തിരിച്ചടിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അവർ ടെഹ്റാനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ഇറാഖ്, യമൻ അല്ലെങ്കിൽ ഇറാൻ എന്നിവയെ ഉൾപ്പെടുത്തിയും ഗൾഫ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അറേബ്യൻ ഗൾഫ് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് എന്ന പേരിനെ ചൊല്ലിയുള്ള തർക്കം ഈ പദം എത്രത്തോളം സംവേദനക്ഷമമാണെന്ന് വ്യക്തമാക്കുന്നു. എങ്കിലും ഇറാന്റെ ആക്രമണങ്ങളോടുള്ള GCC രാജ്യങ്ങളുടെ ഏകോപിതമായ പ്രതികരണം ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ 2026-ലെ യുദ്ധ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് തന്ത്രപരമായ നീക്കങ്ങൾ തിരിച്ചറിയാൻ അത്യാവശ്യമാണ്.